ഹലോ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു വിഷയമുണ്ട്, ചെറിയൊരു വിസ തട്ടിപ്പ്. അതായത് പുറത്തെ രാജ്യത്ത് കൊണ്ടുപോയി ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പറ്റിച്ചു ഒരാളെന്ന് പറഞ്ഞ്. നീരജ എന്ന് പറയുന്ന ഒരാളാണ് പറ്റിച്ചതെന്നാണ് ഇവരെ വീഡിയോകളിലൊക്കെ പറയുന്നത്. പറ്റിക്കപ്പെട്ടതിൽ ഒരാൾക്ക് സ്വന്തം വീടും പൈസയൊക്കെ പോയി, ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വിവരം അറിയുന്നുണ്ട്. ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് അതിൻ്റേതായ ചില നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആ നിയമം ഇപ്പോൾ കൂട്ടി ശക്തമായ രീതിയിലാക്കിയ. അപ്പോൾ ഈ സാഹചര്യത്തിലായിരിക്കണം ഇവർ വിചാരിച്ച രീതിയിൽ അവിടെ എത്തിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. നിയമങ്ങൾ പെട്ടെന്നാണല്ലോ മാറുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മേടിച്ച് കെയർ ഹോംസിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 6 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ വാങ്ങി പറ്റിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല. ഇവർ പറഞ്ഞ ജോലി കിട്ടില്ല, സ്റ്റുഡൻറ്റ് വിസ ശരിയാകില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന പലർക്കും അതിൻ്റെ വിസ ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അതായത് വിസ കൊടുക്കാത്ത രീതിയിൽ എന്തൊക്കെ സ്ട്രൈക്കുകളൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസമായി വരുന്നു. നമ്മൾ ഈ ഇടയ്ക്കാണ് UK എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയത്. ആ സിനിമ കണ്ടവർക്കറിയാം, മറ്റൊരു നാട്ടിൽ പോയി പെട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ നാട്ടിൽ ചെന്ന് നിന്ന പലരും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആരുടെയും വാക്ക് കേട്ട് ചാടിക്കേറി പോരരുത്, എന്താണ്, എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏത് ഏജൻസിക്കായാലും ഏത് വ്യക്തിക്കായാലും ഇവിടെ പൈസ കൊടുക്കാവൂ. ആരെ വാക്ക് കേട്ടും കയറി വരരുത്. അപ്പോൾ ഒരാളവിടെ കയറി വന്നാൽ അവർക്കവിടെ ജോലിയുണ്ടോ, അവിടെ ജോലി കിട്ടുമോ, ഇതെല്ലാം അന്വേഷിച്ചിട്ടല്ലാതെ വരരുത്. വലിയ വാടകകളാണ് ഇവിടെ ഓരോ വീടുകൾക്കുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ഈ പഴയ പോലെ ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പലരും പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പക്ഷേ അവിടെ നന്നായിട്ട് ജീവിക്കുന്നത്, വീഡിയോകളിലൂടെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പം ഇവിടെയുള്ള കുട്ടികൾക്ക് മറ്റൊരു രാജ്യം കാണാം, ആ രാജ്യത്തൊരു ജോലി ചെയ്യാം എന്നൊക്കെയുള്ള ആഗ്രഹം മുത്തിട്ടായിരിക്കും ഇവർ ഇതുപോലുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്നതും അവർ പറ്റിക്കുന്നത്. ഇപ്പം ഈ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അവിടെ ജോലി വാങ്ങിച്ചു തരാം, ഞാനിവിടെ ജോലി ചെയ്തതാണ് എന്ന് പറഞ്ഞ് വിസ തട്ടിപ്പ് നടത്തി ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചിട്ട് ഇപ്പം ഫോൺ എടുക്കുന്നില്ല. ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ മറ്റൊരാളുടെ ചോദിക്കൂ, അവളുടെ ചോദിക്കൂ, നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് പൈസ തരുന്നോ അവർക്ക് പൈസ തന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ മറ്റൊരു നാട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ചതിക്കുക എന്ന് പറഞ്ഞത് വലിയ തെറ്റാണ്, വളരെ വലിയ തെറ്റാണ്. ഈ പോകാൻ ശ്രമിച്ച കുട്ടികളുടെ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഡയറക്റ്റായ വഴികൾ ശ്രമിച്ചില്ല? ഇപ്പോൾ ഒരു രാജ്യത്തോട്ട് പോകുന്നെങ്കിൽ ഡയറക്റ്റ് കുറേ റൂളുകളുണ്ട്. ആ റൂളുകൾ അനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ നിങ്ങളൊരു വളഞ്ഞ വഴി ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വളഞ്ഞ വഴി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഒരു വളഞ്ഞ വഴി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ഒരു വളഞ്ഞ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെങ്കിൽ ആ വ്യക്തി ഒരിക്കലും സ്ട്രൈറ്റ് ആവില്ല. ഒരു സ്ട്രൈറ്റ് ആയ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് വളഞ്ഞ വഴി പറഞ്ഞു തരില്ല. അപ്പം ഇവിടെ വളഞ്ഞ വഴിയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തി. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പം പൈസ പറ്റിക്കണമെന്ന് ഒരു ഉദ്ദേശമുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും, നിങ്ങൾ ഇത് ചെയ്യും, ഇത്ര രൂപ തരൂ, ഇന്ന ദിവസം ഇതൊക്കെ ക്ലിയർ ആകുമെന്ന് പറഞ്ഞു. അല്ലാത്ത രീതിയിൽ പോകാനിരുന്നവർ പോലും ഇവരുടെ വലയിൽ പെട്ട് പോകാനുള്ള എല്ലാം പോയി. 12 ലക്ഷം 15 ലക്ഷം ഒക്കെയാണ് പോയത്. കിടപ്പാടം പണയം വെച്ചു, അത് പണയത്തിൽ പോയി. പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ കള്ളം പിടിക്കപ്പെടും. ഇപ്പോൾ ഒരു വ്യക്തിയെ പറ്റിച്ചു കൊണ്ടുവന്നു, ശരി, ആ പറ്റിപ്പോൾ 2, 3, 4 ആകുമ്പോൾ ഈ പറ്റിച്ച പണം, അതായത് അധ്വാനിക്കാത്ത പണം കയ്യിൽ കിട്ടുമ്പോൾ ഒരുപാട് രുചിക്കും. അതിങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും പിന്നെ ഇതൊരു ശീലമാകുമ്പോൾ ഇത് പിടിക്കപ്പെടുമ്പോഴത്തേക്കാണ് ഈ 2 വശത്തുനിന്ന് വലിയ തുടങ്ങാൻ പോകുന്നത്. കാര്യം ഇവിടെ പൈസ കൊടുത്ത പലർക്കും ഇപ്പം ഇനി നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അത്രയും അത്രയും വലിയ കണ്ടീഷനായി എന്നാണ് പറയുന്നത്. വിദേശത്ത് വിസ അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്തു പറ്റിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു ചെറിയ ചുരുക്കപ്പേരെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റിച്ച പൈസയൊന്നും ഇന്ന് വരെ ആർക്കും ഒതുങ്ങിയിട്ടില്ല. അതൊക്കെ വേറൊരു വസ്തുവിൽ പോവും. പക്ഷേ പോവേണ്ടവർക്ക് അവരുടെ പൈസ പോയി എന്നുള്ളതാണ്. ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടാനുള്ള വഴി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഒരു രാജ്യത്ത് നിങ്ങൾക്ക് പോകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെക്ക് കയറാനുള്ള കൃത്യമായ നിയമം ആ രാജ്യം വയ്ക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പോലെ കൃത്യമായ വഴി, അതായത് സ്ട്രൈറ്റ് വഴി സ്വീകരിക്കുക. ഈ വളഞ്ഞ വഴി സ്വീകരിക്കാൻ നിങ്ങളുടെ പറയുന്നവരെല്ലാവരും അങ്ങനെ ഒരു കള്ളത്തരം മനസ്സിലുള്ളവരാണ്, പറ്റിക്കുന്നവരാണ്. പിന്നെ നമുക്ക് ഒരിടത്ത് പോയി പരാതി പറയാനും പറ്റില്ല. ഇപ്പോൾ ഇതിൽ പറയുന്ന പലരുടെയും മനസ്സിൻ്റെ വേദനകൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാര്യം 1, 2 രൂപയല്ല, ലക്ഷങ്ങളാണ് പോയിരിക്കുന്നത്. പ്രതീക്ഷയും പോയി. പിന്നെ വേറെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായി.
ഇനി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി അവരുടെ ഭാഗത്തുനിന്ന് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിയമപരമായിട്ട് പോകാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിയമപരമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടും. കാര്യം നിങ്ങളും ശരിയായ രീതിയിലല്ല ഇതിനെ അപ്രോച്ച് ചെയ്തതെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ശ്രമിച്ച് നഷ്ടപ്പെട്ട പൈസ എങ്കിലും അത് തുക എങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുക. ഇനി ചാടിക്കേറി പോകുന്ന ഓരോരുത്തരുടെയും ശ്രദ്ധയ്ക്ക് വ്യക്തമായി നിങ്ങൾ എവിടെയാണ് പോണേ, എന്തിനാണ് പോണേ, നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ജോലി കിട്ടുമോ, താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ എനിക്കൊരു പരിചയക്കാരിയുണ്ട്, എനിക്കൊരു അവിടെ എൻ്റെ നാട്ടുകാരിയുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ടെന്നുള്ള ഈ തരം കള്ളത്തരങ്ങളൊന്നും കേട്ടുപോയി ഇനിയെങ്കിലും ചെന്ന് വീഴാതിരിക്കുക. പോകുന്ന കാശ് ഒരിക്കലും പെട്ടെന്നൊന്നും തിരിച്ചു കിട്ടില്ല. പൈസ പോയാൽ പോയത് തന്നെയാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് കയറി പോകാൻ ശ്രമിക്കുക.